കുവൈറ്റ് ദുരന്തത്തിൽ ദുരന്ത പ്രദേശം സന്ദർശിക്കാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പോകാൻ ഒരുങ്ങിയപ്പോൾ കേന്ദ്രത്തിൽ നിന്നും എതിർപ്പുണ്ടായി. കേന്ദ്രം നിഷേധിച്ചത് വലിയ വിവാദമായിരിക്കുകയാണിപ്പോൾ. പല ചാനലുകളും ഓൺലൈൻ മീഡിയകളും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കണ്ടു. ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ പോയിട്ട് എന്താണ് ഇത്ര ആവശ്യം? മരണപ്പെട്ട 24 മലയാളികളുടെ മൃതശരീരങ്ങൾ പ്രത്യേക വ്യോമയാന വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടി വീണ ജോർജ് വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു. പക്ഷെ കേന്ദ്രം നിഷേധിച്ചതിനെ തുടർന്ന് അവർ തിരികെ പോകേണ്ടി വന്നു. യഥാർത്ഥത്തിൽ വീണ ജോർജിന് എന്താണ് അവിടെ റോൾ ഉള്ളത്? ഏകോപിക്കേണ്ടത് കേരളമല്ലല്ലോ, ഇന്ത്യ എന്ന രാജ്യമാണ്. അല്ലെങ്കിലും കേരളത്തിലെ ഒരു മന്ത്രിക്ക് അവിടെ എന്ത് ചെയ്യാനാണ് കഴിയുക? ഇപ്പൊ മൃതദേഹങ്ങൾ വീണ ചെന്നാലേ വിട്ടു കിട്ടുകയുള്ളൂ എന്നുണ്ടോ? അധികം സമയം എടുക്കാതെ തന്നെ 24 മൃതദേഹങ്ങളും കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ചാടി പിടിച്ച് പോകേണ്ട ഒരു ആവശ്യമുള്ളത്? കേന്ദ്രം നോക്കുമ്പോൾ അവിടെ വീണയുടെ ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അതുപോലെ തന്നെ കീർത്തി വർദ്ധന സിംഗുമാണ് ഇത് ഏകോപിപ്പിക്കേണ്ടത്. അത് കേന്ദ്രം ഏകോപിപ്പിച്ചിട്ടുണ്ട് താനും. കേരളം ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ്. മരിച്ചു കിടക്കുന്നവരെല്ലാം ഇന്ത്യക്കാരാണ്. ഇനി കേരളത്തിൽ നിന്നൊരു പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അവിടെ ഇല്ല. ഇത് കേന്ദ്രത്തിന് തോന്നിക്കാണും. കാരണം ഫ്ലൈറ്റും കയറി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നതാണ് കേന്ദ്രം ഇപ്പൊ ചിന്തിക്കുന്നത്. പിന്നെ കേരളം ഒപ്പമുണ്ട് എന്നുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആണോ ഇത്തരത്തിലുള്ള ഒരു പ്രഹസനം നടത്തുന്നത്? ഈ ഒരു സമയത്ത് അതിന്റെ ആവശ്യമുണ്ടോ? കേരളമെന്നോ അല്ലെങ്കിൽ കേന്ദ്രമെന്നോ എന്നൊന്നും അല്ല. എല്ലാവരും ഇന്ത്യൻ സഹോദരന്മാരാണ്. എല്ലാവർക്കും വേണ്ടിയാണ് കേന്ദ്രം ഒപ്പം നിൽക്കുന്നത്. കേരള സർക്കാരിന് ഒന്നും ഈ കുവൈറ്റിൽ ചെയ്യാൻ അധികാരപരമായിട്ട് ഒന്നുമില്ല അവിടെ. ഇപ്പോ മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിക്കുന്നതിന്റെ എല്ലാ ചുമതലയും നടത്തിയത് വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള കീർത്തി വർദ്ധന ആയിരുന്നു. അത് വീണയ്ക്ക് ഒരുപക്ഷെ ഒരു അടിയായി കാണും. വീണ പറഞ്ഞത് എന്താണ്? മരിച്ചതിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും മലയാളികളാണെന്നുള്ളതാണ്. എന്നാൽ മൃതദേഹങ്ങൾ കൊച്ചിയിലേക്ക് വരുമ്പോൾ കുവൈറ്റിലേക്ക് എന്തിനു പോകണം എന്നാണ് ഇപ്പൊ കേന്ദ്രം ചോദിക്കുന്നത്. മാത്രമല്ല, ഇനി കുവൈറ്റിലെ ഇൻഷുറൻസ് നഷ്ടപരിഹാരം എല്ലാം ചെയ്യേണ്ടത് എംബസിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും മാത്രമാണ്. അവിടെ വീണയുടെ ഒരു ആവശ്യമൊന്നുമില്ല. എന്തായാലും വീണ ജോർജ് അവസരം കിട്ടിയപ്പോൾ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ സന്ദർഭം അത് ശരിയല്ലായിരുന്നു. 24 മലയാളികൾ വെന്തുരുകി മരിച്ചതിന്റെ തീരാനൊമ്പരത്തിൽ കേരളം ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം കാണിച്ച് മന്ത്രി ആളാവാൻ നോക്കിയാൽ ഇതാകും അവസ്ഥ.